ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും ആരോഗ്യ വകുപ്പിന് കീഴിലും ഗ്രാമപഞ്ചായത്തിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. സ്ഥിര കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പാലക്കാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും DCയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയവും മലയാളം ടൈപ്പിംഗ് പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഫെബ്രുവരി 28 മുമ്പായി ആശുപത്രി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസിനെ 1 വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നുണ്ട്. ബിടെക് സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ യോഗ്യതയുള്ള 28 വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പ്രതിമാസം സ്റ്റൈപ്പൻഡായി 10,000 രൂപ ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ 2 പകർപ്പുകളും 6 മാസത്തിനുള്ളിലെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിൽ ഫെബ്രുവരി 25 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിനായി ഹാജരാവണം. മുമ്പ് ബോർഡിന്റെ അപ്രന്റീസായി പരിശീലനം പൂർത്തിയാക്കിയവർ അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ആയുർ സാന്ത്വനത്തിലേക്ക് മൾട്ടിപർപ്പസ് വർക്കർ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ഫെബ്രുവരി 27 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ തിരുവനന്തപുരം കോർപ്പറേറ്റ് ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ബിടെക് അല്ലെങ്കിൽ MBA റെഗുലറാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 25 മുതൽ 40 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി റെസ്യൂമെ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, വയസ്സും യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം മാനേജിംഗ് ഡയറക്ടർ, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്, ഫസ്റ്റ് ഫ്ലോർ, BSNL സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ബിൽഡിംഗ് നിയർ ഗവൺമെന്റ് പ്രസ്, സ്റ്റാച്യു, തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിൽ മാർച്ച് 5 സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് എഴുതണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പേരാമ്പ്ര ഗവൺമെന്റ് ITIയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ 2 താൽക്കാലിക ഒഴിവിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട്. ഫെബ്രുവരി 28 രാവിലെ 11 മണിക്കാണ് അഭിമുഖം. ബന്ധപ്പെട്ട ട്രേഡിൽ ബിടെക്കും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NTC NICയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും 2 എണ്ണം സഹിതം പേരാമ്പ്ര ഗവൺമെന്റ് ITIയിൽ ഇന്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അടിസ്ഥാന യോഗ്യത ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ആണ്. ദിവസവേതനം 755 രൂപയാണ് ലഭിക്കുന്നത്. ഫെബ്രുവരി 25 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വാക്കിൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ, ബയോഡേറ്റ, അംഗീകൃത തിരിച്ചറിയൽ രേഖ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രമാണങ്ങൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, അസൽ രേഖകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. വണ്ടൂർ സർക്കാർ ഹോമിയോ ക്യാൻസർ സെന്ററിൽ പാലിയേറ്റീവ് നഴ്സ് ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പാലിയേറ്റീവ് ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ഫോട്ടോ പതിപ്പിച്ച ID കാർഡ്, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം ഫെബ്രുവരി 27 രാവിലെ 10:30 വണ്ടൂർ ഹോമിയോ ആശുപത്രിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. അടുത്തത് എറണാകുളം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്ഷീര കർഷക ക്ഷേമനിധിയുടെ എറണാകുളം ജില്ലാ നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം പ്രൊമോട്ടർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്.
എറണാകുളം ജില്ലാ നിവാസികളായ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിദിന വേതനം 755 രൂപയാണ്. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാനുള്ള അറിവ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ ഉൾപ്പെടെ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും തിരിച്ചറിയൽ കാർഡ്, യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി 28 വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ ജില്ലാ നോഡൽ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: ജില്ലാ നോഡൽ ഓഫീസർ, ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ്, ക്ഷീരവികസന വകുപ്പ്, സിവിൽ സ്റ്റേഷൻ, 5-ാം നില, കാക്കനാട്, എറണാകുളം 682030. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റിന്റെ പരിധിയിലുള്ള കാലടി പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർമാരുടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 18നും 46 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാലടി പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. SSLC ആണ് അടിസ്ഥാന യോഗ്യത വരുന്നത്. അപേക്ഷകൾ ഫെബ്രുവരി 25 വൈകിട്ട് 5 മണി വരെ അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. അപേക്ഷയുടെ മാതൃക അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.